Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായം, അവസാനത്തെ സൂറത്ത് അഥവാ സൂറത്തുൽ നാസ്, അതിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിന് അള്ളാഹു നൽകിയ പേര് അൻ-നാസ് എന്നാണ്. സൂറത്തുൽ നാസ്. ഖുർആൻ വായിക്കുന്ന ഒരാൾ, ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഖുർആൻ മറിച്ച് വെച്ച് അത് പഠിക്കാൻ ആരംഭിക്കുന്നു. എങ്ങനെ അവസാനം പഠിക്കുന്ന, ഖുർആൻ പഠിച്ച് പൂർത്തിയായി അവസാനം പഠിക്കുന്ന സൂറത്ത് ജനങ്ങൾ എന്ന അധ്യായമാണ്, സൂറത്തുൽ നാസ്. അതിൽ ചില യുക്തികളുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞത് പല സ്ഥലത്ത്, ഒരു സ്ഥലത്തിലെ പല സ്ഥലത്തുള്ള ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. ഖുർആൻ കിതാബുൻ ഉഖ്രിജത് ലിന്നാസ്. ഖുർആൻ അത് ഇറക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. എവിടെ നിന്ന്? മിനൽ ദുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന്. ഇതേ ആശയം വേണ്ട നല്ല തുഖ്രിജൻ നാസ മിനൽ ദുലുമാത്തി ഇലൻ നൂർ, അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി പ്രയോഗങ്ങൾ. അവിടെയൊക്കെ തുഖ്രിജൻ നാസ, അൻ-നാസ് എന്ന് പറഞ്ഞത് ജനങ്ങളെ പുറത്തു കൊണ്ടുവരിക, ജനങ്ങളെ മോചിപ്പിക്കുക, ജനങ്ങൾക്ക് പ്രകാശം നൽകുക, ജനങ്ങളെ വിമോചനത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം ഖുർആൻ ഉടനീളം അവസാനിപ്പിക്കുന്നത് ആ അധ്യായം തന്നെ ജനങ്ങൾ എന്ന പേരിലാണ്. ആ സൂറത്ത് വളരെ ചുരുക്കിയാണ് നമ്മളിത് വിശദീകരിക്കുന്നത്. ഈ ചെറിയൊരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സന്ദേശം നൽകുക. ആദ്യം അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി തരുന്നു. ഖുർആനിന്റെ ഇൽമ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെ മനസ്സിലുണ്ടാവണം, മുമ്പ് പറഞ്ഞത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഖുർആനിന്റെ ഇൽമിനെ, ഖുർആൻ നമുക്ക് നൽകുന്ന ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ആ അറിവിനെ നമ്മൾ രണ്ടായി ഭാഗിച്ചാൽ, ഖുർആനിന്റെ ഇൽമ് ഒരുപാട് ഇൽമുണ്ട്. ആ ഇൽമിനെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചാൽ, ഒന്ന് എന്തായിരിക്കും? മഅരിഫത്തുല്ലാഹ്, അള്ളാഹനെ മനസ്സിലാക്കലാണ്. ശരി. അപ്പൊ അതിന്റെ മറുഭാഗം എന്തായിരിക്കും? ശൈത്താനിനെ തിരിച്ചറിയലാണ്. ശൈത്താനിനെ തിരിച്ചറിയലാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം അള്ളാഹനെ മനസ്സിലാക്കലാണ്. ഖുർആനിന്റെ മൊത്തം വിജ്ഞാനം, ഖുർആനിന്റെ മൊത്തം വിജ്ഞാനം. ശരിയെങ്കിൽ സൂറത്തുൽ നാസ് ഈ രണ്ട് വിജ്ഞാനത്തെ ഏറ്റവും ചുരുക്കി. സൂറത്തുൽ നാസ് ഈ രണ്ട് വിജ്ഞാനത്തെ ഏറ്റവും ചുരുക്കി. ആദ്യം അള്ളാഹനെ മനസ്സിലാക്കി തരുന്നു, രണ്ട് ശൈത്താനെ. അത് തന്നിട്ടാണ് ഈ സൂറത്ത്, ഈ ഖുർആൻ അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഖുർആൻ എന്തിനാണ്? ലിതുഖ്രിജൻ നാസ, മനുഷ്യരെ മോചിപ്പിക്കാൻ. ഖുർആൻ ആർക്കിറങ്ങി? ലിന്നാസ്, ജനങ്ങൾക്കിറങ്ങി. ആവർത്തിച്ച് ഖുർആൻ പറയും. ആ ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വലിയ അറിവുണ്ട്, ഇൽമുണ്ട്. ആ ഇൽമ്
പ്രധാനമായും രണ്ട് ഭാഗം. ആ രണ്ട് ഭാഗം നൽകിയിട്ട് ഈ സൂറത്ത് അവസാനിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ തിരിച്ചറിയേണ്ടത്. ആദ്യം അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് പറഞ്ഞു. റുബൂബിയ്യത്ത്. പിന്നീട് അല്ലാഹുവിന്റെ അസ്മാ വസിഫാത്ത്, നാമഗുണവിശേഷണങ്ങൾ. 3 ഉലൂഹിയ്യത്ത്. ഇതാണ് അത്തൗഹീദ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ഒരു ശക്തി ഉണ്ട് എന്ന് അറിയലല്ല. അള്ളാഹിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ്. മനസ്സിലായോ? ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയുന്ന കാര്യം. വളരെ കുറച്ച് സമയമുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കു പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷ ആൾക്കാർ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ, നമ്മുടെയൊക്കെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ബഹുഭൂരിപക്ഷ ആൾക്കാർ. നിഷേധിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ആ വിശ്വസിക്കുന്നവരിൽ തന്നെ അള്ളാഹ് എന്നെ പറഞ്ഞു, വമായുമിനും അക്സറുഹും ഇല്ലാഹും ശിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിക്കുന്നവര് ഭൂരിപക്ഷം. അപ്പൊ ഭൂരിപക്ഷം വിശ്വാസി സമൂഹം എവിടെയുള്ളത്? ശിർക്കിലാണ്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാക്കാം. നമ്മൾ സൂറത്തുൽ നാസ് പഠിക്കുകയാണ്. ഭൂരിപക്ഷം ആളുകളും മനുഷ്യരിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലുമൊക്കെ ബഹുഭൂരിപക്ഷം വിശ്വാസികളാണ്. എന്താ വിശ്വാസം? പേര് വ്യത്യസ്തമുണ്ടാവും. വിശ്വാസികൾ. ആ വിശ്വാസം എന്താണ്? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ, സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിനുള്ള വിശ്വാസം പൂർണ്ണാവൂല. അള്ളാഹുവിനെ മനസ്സിലാക്കിയത് പൂർണ്ണാവൂല. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തിട്ടാണ്, ഖുർആനാണ്. അപ്പൊ അള്ളാഹിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കലാണ്. മനസ്സിലായില്ലേ? ഏകത്വം അംഗീകരിക്കണം. അപ്പോഴേ അള്ളാഹിനെ മനസ്സിലാക്കിയത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഏകത്വം? ഒന്ന് റുബൂബിയ്യത്ത്. അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുക. നാഥൻ, സൃഷ്ടാവ്, ഖാലിഖ്. റബ്ബാണ്, നാഥനാണ്, സൃഷ്ടാവാണ്, സംരക്ഷകനാണ് എന്ന് അംഗീകരിക്കുക. ശ്രദ്ധിക്കണേ. ഇത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം, അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല, ഒരാൾ വിശ്വാസം പൂർണ്ണമാവില്ല. പിന്നെന്ത് വേണം? അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അംഗീകരിക്കണം. മക്കത്തെ മുശ്രിക്കിനോട് റബ്ബ് ആരാണ്, ഖാലിഖ് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാം? അള്ളാഹ് എന്നാ പറയാം. എന്നിട്ട് എന്തേ പിന്നെ അവൻ അങ്ങനെ ആയത്? റബ്ബ് അംഗീകരിച്ച, റബ്ബാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ. രണ്ടാം, അതാണ് അതിന്റെ ഒരു ഭാഗം അതാണ്. പൂർണ്ണമായിട്ടില്ല. 2 മലിക്കിൻ നാസ്, അതാണ് അസ്മാവും സിഫാത്തും. എന്താണ് അസ്മാവും സിഫാത്തും? ഇത് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും. കുട്ടിയോട് ഞാൻ പ്രത്യേകം പറയട്ടെ, ഇത് അഖീദ, അടിസ്ഥാനപരമായ വിശ്വാസം. നിങ്ങൾ കൃത്യമായി ഇത് രേഖപ്പെടുത്തി വെച്ച് പഠിക്കേണ്ട വിഷയമാണ്. അഖീദ ശരിയായിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈമാൻ കെട്ടി മരിക്കാൻ കഴിയില്ല, മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയില്ല. ഇത് ശരിയായിട്ടില്ലെങ്കിൽ പറഞ്ഞു ഈമാൻ കെട്ടി മരിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം.
ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കത ഒന്നുകൂടി പറയാം. സൂറത്തിന്റെ പേര് സൂറത്തുൽ നാസ്, അവസാനത്തെ സൂറത്ത്. ഖുർആൻ പഠിക്കാൻ ആരംഭിച്ച് ഒരാൾ അവസാനിക്കുമ്പോൾ അവസാനത്തെ വായിച്ച് ഇങ്ങനെ പഠിച്ചിങ്ങനെ വന്ന് അവസാനത്തെ അധ്യായം ജനങ്ങൾ എന്ന പേര് കൊണ്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. ഖുർആൻ എന്തിന്? ലിന്നാസ്, ജനങ്ങൾക്ക്. ലിതുഖ്രിജന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി. ഉഖ്രിജത്ത് ലിന്നാസ്, നാസിന് വേണ്ടിയിട്ട ഖുർആൻ. ഖുർആനിന്റെ ഇൽമ് രണ്ട് ഭാഗം. ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഇൽമ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രണ്ട്. ഏതൊക്കെ? ഒന്ന് മഅരിഫത്തുള്ള, അല്ലാഹനെ മനസ്സിലാക്കാം. രണ്ട് തഅറൂഫ് ഷൈത്താൻ, ഷൈത്താനെ തിരിച്ചറിയാം. സൂറത്തുൽ നാസിന്റെ ആദ്യ ഭാഗം അല്ലാഹനെ മനസ്സിലാക്കലാണ്. സൂറത്തുൽ നാസിന്റെ രണ്ടാമത്തെ ഭാഗം ഷൈത്താനെ തിരിച്ചറിയുക. മനസ്സിലാവുക? ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് സൂറത്തുൽ നാസിലാണ്. ശരി, എങ്കിൽ ഇവിടെ മഅരിഫത്തുള്ള, അല്ലാഹനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു ശക്തി എന്ന് മനസ്സിലാക്കിയാൽ പോരാ. ഭൂരിപക്ഷം ആൾക്കാരും അവരാണ്, വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിക്കുന്നത്. ഖുർആൻ പറയണേ അപ്പൊ ശിർക്കില്ലാത്ത വിശ്വാസമാണ്. അള്ളാഹനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്തെന്ന് മനസ്സിലാക്കിയാൽ പോരാ. അതാണ് റുബൂബിയ്യത്ത്, അസ്മാഉ വസിഫാത്ത്, ഉലൂഹിയ്യത്ത്. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ തൗഹീദാവുന്നു. അള്ളാഹനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ തൗഹീദ് മനസ്സിലാവണം. തൗഹീദ് മനസ്സിലാക്കാത്തവൻ ആരെ മനസ്സിലാവില്ല? അള്ളാഹനെ മനസ്സിലാവൂല. അതുകൊണ്ടാണ് സൂറത്തുൽ നാസിന്റെ ആദ്യ ഭാഗത്ത് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് അംഗീകരിച്ചവർ തന്നെയായിരുന്നു മക്കത്തെ മുശ്രിക്ക്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അടക്കമുള്ള മക്കത്തെ മുശ്രിക്കിൽ ഈ വിശ്വാസം ഉണ്ടായിരുന്നു. കഅബയുടെ റബ്ബാര, കഅബയുടെ നാഥൻ ആരാ എന്ന് ചോദിച്ചാൽ റബ്ബുൽ കഅബ ആരാ എന്ന് ചോദിച്ചാൽ അവർ ഇവിടെ അള്ളാഹ്. ആര്? മക്കത്തെ മുശ്രിക്ക്. എന്നാൽ എന്തേ പിന്നെ മുശ്രിക്കായത്? ഇത് രണ്ടുമില്ല. അസ്മാ എന്ന് പറയുന്ന അള്ളാഹിന്റെ നാമങ്ങൾ, സിഫാത്ത് എന്ന് പറയുന്ന വിശേഷണങ്ങൾ, അള്ളാഹിന്റെ വിശേഷണങ്ങൾ. അപ്പൊ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? മലിക്കിൻ നാസ്. ആ മലിക്ക് എന്നത് അസ്മാകളും സിഫാത്തിലും ഉൾക്കൊള്ളും. കാരണം അള്ളാഹിന്റെ മുൽക്കിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മലിക്ക് ഉണ്ടാകുന്നത്. അള്ളാഹിന്റെ മുൽക്ക് സിഫാത്താണ്, അള്ളാഹിന്റെ അധികാരം വിശേഷനാണ്. അതിൽ നിന്നാണ് എന്തുണ്ടായത്? മലിക്കും മാലിക്കും ഉണ്ടാകുന്നതിനാണ്. അവരുടെ മലിക്കിൻ നാസ് എന്ത് പെട്ടു? അള്ളാഹിന്റെ ഇസ്മ പെട്ടു, സിഫാത്തും പെട്ടു. മനസ്സിലായില്ല പറഞ്ഞത്? മലിക്കിൻ നാസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിഫാത്ത്, വിശേഷണത്താണ്, മുൽക്കാണ്, അധികാരമാണ്, രാജാധികാരമാണ്, അത് സിഫത്താണ്. അതിൽ നിന്നുണ്ടായ ഇസ്മാണ് ഇത് മാലിക്. അപ്പൊ ഇവിടെ എന്ത് വന്നു? അസ്മാവ് വന്നു, സിഫാത്ത് വന്നു. ഇനി വേണ്ടത് ഇത് രണ്ടും അംഗീകരിച്ചാൽ തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ ഉലൂഹിയ്യത്ത് അംഗീകരിക്കണം. ഉലൂഹിയ്യത്ത്, അതാണ് ഇലാഹ് നാസ് എന്ന് പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്. ഇലാഹിൻ നാസ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജനങ്ങളുടെ ഇലാഹ്, ആരാധ്യൻ, അതാണ് ഉലൂഹിയ്യത്ത്. അത് അംഗീകരിക്കണം. അള്ളാഹുവിനെ അള്ളയാണ് നമ്മളെ സൃഷ്ടിച്ചത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ മക്കാ മുശ്രിക്ക് അള്ളാഹിന്റെ ചില നാമങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഹുദൈബിയ സന്ധി എഴുതുമ്പം അവര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ബിസ്മില്ലാഹി ഇതാ എന്ത് എഴുതാൻ പറ്റൂല, അർ-റഹ്മാൻ അർ-റഹീം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ അസ്മാഉൽ അവര് വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും റെഡിയായി എങ്കിൽ തൗഹീദാവോ? ഇല്ല. മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ആരാധന എന്നതിന് അർത്ഥം എന്താ? ഇബാദത്ത്. ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹു ആരാകും? ഇലാഹാകും. ഇലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ആരാധ്യൻ. ഇലാഹിന്നാസ് അർത്ഥം ജനങ്ങളുടെ ആരാധ്യനുമായ. ഇതിക്കൊള്ളും ജനങ്ങളുടെ വിശ്വസിക്കുക. അങ്ങനെ അതല്ല ഉപയോഗത്തിൽ. രണ്ടാമത്തെ കഴിഞ്ഞാൽ അതിനൊന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നുകൂടി പറയാം. ഇലാഹിന്നാസ് എന്നാൽ ജനങ്ങളുടെ ആരാധ്യൻ, ജനങ്ങളുടെ ആരാധ്യൻ.
ഇലാഹിന്നാസ്. ആ ആരാധന അർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആരാധന സ്വഭാവം, അതിനാണ് എന്താ പറയുക, ഉലൂഹിയ്യത്ത് എന്ന് പറയാം. ഉലൂഹിയ്യത്ത് എന്ന് പറയാം. ആ ഉലൂഹിയ്യത്ത്, അസ്മാ വ സിഫാത്ത്, ഇത് മൂന്നും ചേരുമ്പോഴാണ് എന്താകുക, തൗഹീദായിട്ട് മാറുക. നിങ്ങൾ പറഞ്ഞത് അസ്മാ വ സിഫാത്ത് ഒന്നുകൂടി പറയണം അല്ലേ? ശ്രദ്ധിക്കാം, നല്ലോണം ശ്രദ്ധിക്കാം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. ശ്രദ്ധിക്കാം, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. ആര് പരിചയപ്പെടുത്തുന്നു? അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നു. ആർക്ക്? അള്ളാഹുവിനെ അറിയുന്ന ഒരു സമൂഹത്തിന്. പോയിന്റ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിനെ അറിയുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. മനസ്സിലാക്കാൻ പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചു തന്ന മനുഷ്യവർഗം തൃട്ടിപ്പ് തുടങ്ങുകയാണ്. ആദം നബിക്ക് ഒന്നും അറിയാം. ഉസ്താദ് ഉണ്ടോ? ആദം നബിക്ക് ഉണ്ടോ? വാപ്പ ഉണ്ടോ? ഉമ്മ ഉണ്ടോ? വാപ്പില്ല, ഉമ്മില്ല, ഉസ്താദുമാരില്ല, ഒന്നുമില്ല. ഒരു സാധു മനുഷ്യൻ അല്ലേ? ആദം നബിയെ പടച്ചതിന് ശേഷം എല്ലാം ആര് പഠിപ്പിക്കുന്നു? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. വഅല്ലമ ആദമൽ അസ്മാഅ. ശ്രദ്ധിക്കണം, അവിടെ തുടങ്ങിയതാ. നമ്മൾ വിചാരിച്ചത് എന്താ അറിയാം? നമ്മൾ വിചാരിച്ചത് എല്ലാ ഇസ്മും, വെള്ളം, വായു, സൂര്യൻ, ആകാശം, ഭൂമി, പുസ്തകം, പേന, ഇങ്ങനെയുള്ള കുറെ ഇസ്മ എടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അല്ല അങ്ങനെ മനസ്സിലാക്കിച്ച് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ ഇസ്മും പഠിപ്പിച്ചു. നമ്മളെന്താ മനസ്സിലാക്കിയത്? ആദം നബിക്ക് ഇതിന് മരം എന്നാണ് പേര് അറിയാം. അല്ലാഹ് പറഞ്ഞു ലാ തഖ്റബ ഹാദിഹി ഷജറ. അപ്പം ആദം നബിക്ക് മനസ്സിലായി ഈ സാധനത്തിന് മരം എന്നാണ് പറയാ അല്ലേ? മനസ്സിലാകണ്ട ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കി വെച്ചത് ആദം നബിക്ക് ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ ഇത് മണ്ണ്, ഇത് ഭൂമി, മേലക്ക് നോക്കിയാൽ കാണുന്ന ആകാശം, ഇത് മല, ഇത് മരം, ഇങ്ങനെയുള്ള ഇസ്മ പഠിപ്പിച്ചു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത്. അപ്പോ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബിക്ക് അല്ലാഹു തആല എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു. അതിൽ ആദ്യം പഠിപ്പിക്കുന്ന നാമം എന്തായിരിക്കും? അള്ളാന്റെ നാമങ്ങളാണ്. മലക്കൾ എന്താ പറഞ്ഞ്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അള്ളാഹുവിന്റെ തസ്ബീഹ്, അൽഹംദുലില്ലാഹ് അതാണ് തസ്ബീഹ്. തഹ്മീദ്, സുബ്ഹാനല്ലാഹ് അതാണ് തസ്ബീഹ് അല്ലെ? ഇതൊക്കെ മലക്കുകൾക്കറിയാം. മലക്കുകൾക്ക് ആര് പഠിപ്പിച്ചെടുക്കുക? അള്ളാഹു പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാക്ക. അവിടെ നിങ്ങൾ തുടങ്ങാം. അസ്മാവ് പറഞ്ഞെന്ന് പറഞ്ഞോടാ ഞാനിത് പറഞ്ഞത്. അവിടെ നിങ്ങൾ തുടങ്ങി. പിന്നെ ആദം നബി അള്ളാഹനെ അള്ളാഹ് വിളിച്ചു. ആദ്യം അള്ളാഹനെ റബ്ബ് എന്ന് വിളിച്ചതാരാ? അള്ളാഹുവിനെ ആദ്യം റബ്ബി എന്ന് വിളിച്ചതാരാ? ആദ്യം നബി പാരി റബ്ബനാ ലലംനാ അൻഫുസനാ. ഞങ്ങളുടെ റബ്ബേന്ന് അള്ളാഹനെ റബ്ബ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചുകൊണ്ടതാരാ? അള്ളാഹ്. മനസ്സിലായോ? അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി മനുഷ്യ പരമ്പര. അവർക്കൊക്കെ ആരറിയാം? അള്ളാഹനറിയാം. പിന്നെ എന്തിനാണ് ഈ നെരുവാരി ഇങ്ങനെ വന്നത്? മനുഷ്യന്മാര് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ തെറ്റിപ്പോയി. എങ്ങനെ? അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ആൾക്കാർ തെറ്റിപ്പോയി. ആദ്യ നബി പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹനെ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ മാറി. നൂഹ് നബി വന്നു. നൂഹ് നബി കുറെ കാലം പഠിപ്പിച്ചു. പിന്നെ നൂഹ് നബി മരണപ്പെട്ടു പോയി. പിന്നെ ആൾക്കാരെ അതിനെ മാറി. അപ്പൊ ഹൂദ് നബിയെ പറഞ്ഞയച്ചു. പറഞ്ഞ മനസ്സിലായില്ല? ഇവരൊക്കെ എന്തിനാ വന്നത്? അല്ല, എന്റെ കാരണം മാമിൻ ഇലാഹിൻ, മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. പ്രവാചകന്മാരെ എന്തിനു നിയോഗിച്ചു എന്ന് ഖുർആനിൽ സൂറത്ത്
സൂറത്ത് ശൂറാക്കൊക്കെ മറിച്ച് നോക്കണം, വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാം, നൂഹിനെ അയച്ചു. നൂഹ് എന്താ പറഞ്ഞത്? മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. ഹൂദിനെ അയച്ചു. ഹൂദ് എന്താ പറഞ്ഞത്? മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. സാലിഹിനെ പറഞ്ഞു. സാലിഹ് എന്താ പറഞ്ഞത്? മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. കൃത്യമായ മനസ്സിലായോ? ഇപ്പൊ ജനങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുമ്പോ ജനങ്ങൾ തെറ്റുന്നത് പ്രധാനമായും റുബൂബിയ്യത്തിലായിരുന്നില്ല, മറ്റെന്തിലായിരുന്നു? ഉലൂഹിയ്യത്തിലാണ് തെറ്റുന്നത്. അള്ളാഹു ഇലാഹാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യം, അള്ളാഹെ മാത്രമേ ആരാധിക്കാവൂ, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തെ തെറ്റിപ്പോകണം. അപ്പൊ എന്ത് ശരിയാക്കണം? ഉലൂഹിയ്യത്ത് ശരിയാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഅുകള്, അള്ളാഹുവിന്റെ സിഫാത്ത്, വിശേഷണങ്ങൾ, അള്ളാഹ്ക്ക് ഇല്ലാത്ത ചില വിശേഷണങ്ങൾ അവർ പറയുന്നു. ആ വിശേഷണം പറയാൻ പറ്റില്ല. മനസ്സിലായി? ഉദാഹരണത്തിന് പിന്നെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട നാമങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്കുള്ള നാമങ്ങൾ തന്നെ ചില പ്രാർത്ഥനയിൽ ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹ്ക്കുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. പാമ്പിന് തേളിനെയും പഠിച്ചതാരാ? അപ്പൊ ഒരാൾ പറയാം, പാമ്പിനെയും തേളിനെയും പഠിച്ചവനെ. പറയാൻ പറ്റുമോ? അള്ളാഹു ഏതൊക്കെ ഇസ്മുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്മ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് ചില വിശേഷണങ്ങൾ ഉണ്ട്, പക്ഷെ ആ വിശേഷണങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. പല വിശേഷണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, സിഫാത്തുകൾ എങ്ങനെ ഉപയോഗിക്കണം പറഞ്ഞിട്ടുണ്ട്, ആ രൂപത്തിൽ ഉപയോഗിക്കണം. തെറ്റിപ്പോകും. അപ്പൊ അസ്മായിലും തെറ്റി, സിഫാത്തിലും തെറ്റി, ഉലൂഹിയ്യത്തിലും തെറ്റി. കാര്യമായ തെറ്റെന്തിനാണ്? ഉലൂഹിയ്യത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സൂറത്തുൽ നാസ് ഖുർആനിലെ അവസാനത്തെ അധ്യായം, അത് പഠിച്ചാൽ സൂറത്ത് ഖുർആൻ തീരാണ്. എന്നിട്ട് നേരെ വായിച്ചാൽ കിട്ടുന്ന രണ്ടറിവ്, ഫാത്തിഹ വരെ വായിച്ചാൽ കിട്ടുന്ന രണ്ടറിവ്, അള്ളാഹനെ മനസ്സിലാക്കുക, ശൈത്താനെ മനസ്സിലാക്കുക. ഈ ഗ്രന്ഥം എന്തിനും ജനങ്ങൾക്ക് ഇറക്കിയ ഗ്രന്ഥം അല്ലെ നാസ്. ആ നാസ് എന്ന പേരോടുകൂടി ഈ സൂറത്ത് അവസാനിക്കുക. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? നാസ്. അപ്പൊ ആദ്യത്തെ മാരിഫത്തുള്ളയാണ്, റബ്ബുൻ നാസാണ്, മലിക്കുൻ നാസാണ്, ഇലാഹുൻ നാസ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇലാഹ് എന്ന പദം ഖുർആനിൽ 113 തവണയാണ് പറഞ്ഞത്. ഇലാഹ് 113 തവണയാണ് ഇലാഹ് എന്ന വാക്ക്. എന്താ ഇലാഹ് എന്ന് പറഞ്ഞാല്? ആരാധ്യം. ഇലാഹ് എന്ന് പറഞ്ഞാല് ആരാധ്യം. ഒരുപാട് ആരാധ്യന്മാര് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ആരാധ്യന്മാരെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നു. അപ്പൊ ഇലാഹി എന്നതിന്റെ മുന്നിൽ ചേർക്കണം. ഇലാഹി എന്നതിന്റെ മുന്നിൽ ഒരു അലിഫും ലാമും ചേർന്നു. അപ്പൊ എന്തായി മാറി? അള്ളാഹു എന്നായി മാറി. ഇലാഹി എന്നതിന്റെ മുന്നിൽ അലിഫ്ലാം ചേർന്നതാണെന്ത്? ഒരു വസ്തുവിന്റെ മുന്നിൽ അലിഫ്ലാം ചേരുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് പിന്നെ പുസ്തകം, ബുക്ക്, കിതാബ്, അതിന്റെ മുന്നിൽ അലിഫ്ലാം ചേരുമ്പോൾ അൽ കിതാബ്. അപ്പൊ എന്താ അർത്ഥം കിട്ടാം? ഈ ഗ്രന്ഥം, ദി ബുക്ക് സാധാരണ പറയുന്നു, അതാണെന്ത്? അൽ കിതാബ്. അലിഫ്ലാം ചേരുമ്പോൾ. അപ്പൊ ഇലാഹ് എന്നതിന് അലിഫ്ലാം ചേർക്കുമ്പോൾ അൽ ഇലാഹ്, ഏക ഒറിജിനൽ ആരാധ്യൻ, ഒരേ ഒരു ആരാധ്യൻ. അതാണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹ് എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവരാണ് മുസ്ലിമീങ്ങൾ കൂടുതൽ. മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് അള്ള തന്നെ. ഇലാഹ് എന്ന ഇലാഹിന്നാസ്, ഇലാഹി എന്ന വാക്കിന്റെ മുന്നിൽ അലിഫ്ലാം ചേർന്നപ്പോൾ ആയി മാറിയതാണെന്ത്? ഈ അൽ പ്ലസ് ഇലാഹാണ് അള്ളാഹു. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച വാക്കേതാണ്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച വാക്കേതാണ്? അള്ളാഹു. അള്ളാഹു എന്നതാണ് 2557 തവണ
2557 തവണ ഖുർആനിൽ അള്ളാഹു എന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. ഇലാഹി എന്ന വാക്ക് 113 തവണയാണ്. അള്ളാഹു എന്ന വാക്ക് 2557 തവണ. ഇതിൽ ചില ആൾക്കാർ ഫല്ലാഹു വല്ലാഹു എന്നൊക്കെ അതിൻ്റെ ഒക്കെ അങ്ങനെ കൂട്ടി ചേർത്തും ആവർത്തിച്ചൊക്കെ എണ്ണിയപ്പോൾ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. 3 എണ്ണം പറയുന്നുണ്ട്. ഒന്ന് 2395 എന്ന എണ്ണം പറയുന്നുണ്ട്, 2699 എന്ന എണ്ണം പറയുന്നുണ്ട്. അതൊക്കെ ഈ വല്ലാഹു ഫല്ലാഹു എന്നൊക്കെ പറയുന്ന വാക്കുകൾ അങ്ങനെ പരസ്പരം ഒക്കെ കൂട്ടി ചേർത്ത് എണ്ണിയപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളാണ്. ഏതായാലും 2557 തവണയാണ് അള്ളാഹു എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യൻ എന്നാണ്. ശരി, അപ്പൊ ഇലാഹ് പറഞ്ഞു. ഇനി ഇതിലെന്താണ് അന്നാസ്? അതൊന്ന് പഠിക്കണം. പരിശുദ്ധ ഖുർആനിൽ 240 തവണയാണ് ഈ വാക്ക് വന്നത്. 240 തവണയാണ് ഖുർആനിൽ അന്നാസ് എന്ന വാക്ക് വന്നത്. 240. ഇത് ശ്രദ്ധിക്കാം. അയ്യുഹന്നാസ് എന്താർത്ഥം? അയ്യുഹന്നാസ് എന്ന് അള്ളാഹ് വിളിച്ചത് 20 സ്ഥലത്താണ്. 20 സ്ഥലത്ത് അയ്യുഹന്നാസ്. നോട്ട് ചെയ്ത് നോക്കണം, ആവശ്യമുണ്ട്. അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ച 20 സ്ഥലം ഞാൻ പറയാൻ പോകണം, ശ്രദ്ധിക്കണം. അയ്യുഹൻ അന്നാസ് എന്ന് ഖുർആനിൽ 240 തവണ. അതിൽ അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് പറയുന്ന ആയത്തുകൾ ഈ 20 ആയത്ത് ശ്രദ്ധിക്കണേ. ഈ 20 ആയത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? സൂറത്ത് നാസിന്റെ ആശയം കിട്ടും. ഈ 20 സ്ഥലം എഴുതിച്ചോ. അൽബക്കറയിൽ 2 സ്ഥലം, അൽബക്കറയിൽ 2 സ്ഥലം, നിസായിൽ 4. അൽബക്കറയിൽ 2, അത് എണ്ണം കറക്റ്റാണ്. അൽബക്കറയിൽ 2, നിസായിൽ 4, ആറാഫിൽ 1, യൂനുസിൽ 4, ഹജ്ജിൽ 4, ലുക്മാനിൽ 1, ഫാത്തിറിൽ 3, ഗുജറാത്തിൽ 1. അപ്പൊ എത്രയായി? 20 സ്ഥലം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് ഹോംവർക്ക് ചെയ്യണം. ഇതുപോലെ 2 21 168 21 168 അൽബക്കറ സ്ഥലയിലെ. ഇനി 4 1 170 174 133. ഇത് ഒന്നുണ്ടോ? ഒന്ന് പറഞ്ഞില്ല. 1 170 174 133. അപ്പൊ എത്രയായി? 4 ഇനി ആറാഫ് 7 158 158. ആറാഫ് നമ്മൾ ഒന്നല്ല പറഞ്ഞത്. ഇനി 10 യൂനസ്. 10 എത്ര കാണണം? 4 കാണണം. ഇതിപ്പോ 23 57 104 108.
ഇനി ഏതാ പറഞ്ഞത്? ഹജ്ജല്ല പറഞ്ഞത്. ഹജ്ജിൽ എത്ര കാണണം? 4 കാണണം. ഇതിക്കോൾ 22-ാമത്തെയാണ്. 22-ല് 1, 5, 49, 73. ഇനി ലുക്കുമാനില് 1 31 സൂറത്തുൽ ലുക്മാൻ 31, 31-ാം അധ്യായം 31-ൽ 33. 31-ൽ 33. ഇനി പറഞ്ഞേ ഫാത്തിർ. ഫാത്തിർ 35-ാം അധ്യായം 35-ാമത്തെ സൂറത്താണ് ഫാത്തിർ. 35-ൽ 3, 5, 15. 3, 5, 15. ഹുജറാത്ത് 49-ാമത്തെ സൂറത്ത് 49. 3, 5, 15 കേട്ടോ. ഗുജറാത്ത് 49-ാമത്തെ സൂറത്താണ്. അതിൽ 13. 49-ൽ 13. ഇനി ഇപ്പോൾ ശ്രദ്ധിക്കാം. എനിക്ക് ഈ ആയത്തിലൊന്നും കൂടെ നമ്മൾ പറഞ്ഞ ഒരുപാട് സമയം പോകും. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായി തരികയാണ്. സംസാരിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഈ മലക്കുകളുടെ സദസ്സാണ്. എല്ലാവരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഒരുപാട് ക്ലാസ്സുകളൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ സൗണ്ടിൻ്റെ പ്രശ്നം ശരിയാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഷിഫാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് പറയുന്നു. ഈ ആയത്തിൽ, ഈ 20 ആയത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ട് ഒഴിഞ്ഞിരുന്ന് ഒരു ദിവസം ഒരായത്തെങ്കിലും നോക്കാം. ഇനി അതായിരുന്നാൽ നമുക്ക് ക്ലാസ് അടുത്ത ഞായറല്ല പിറ്റത്തെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും. ഒരു ഡേറ്റ് മാറ്റി. കാരണം അന്ന് വെക്കേഷൻ ആൾക്കാർക്ക് അവധി എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ് തൊട്ടടുത്ത ഞായറാഴ്ചയിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു 2 ഞായറാഴ്ച അടുപ്പിച്ച് വരും. അപ്പോൾ നമുക്ക് 20 ദിവസം കിട്ടും. അപ്പോൾ ഒരു ആയത്ത് വെച്ചൊരു ദിവസങ്ങൾ നോക്കിയാൽ നിങ്ങൾ വായിക്കുമ്പോൾ എന്താ ചെയ്യണം? ആ ആയത്ത് മാത്രം വായിക്കരുത്. ആ ആയത്തിൻ്റെ മുകളിൽ നിന്ന് വായിക്കണം, ശേഷം ആയത്ത് വായിക്കണം. അപ്പം അവിടെ നമുക്ക് വിഷയം കിട്ടും. ആ വിഷയം നിങ്ങൾക്ക് ഈ സൂറത്തുൽ നാസിൽ അള്ളാഹു പറയുന്ന ഈ വിഷയവുമായിട്ട് അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്ത്, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, ശൈത്താനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളേന്ന് വിളിച്ച് അള്ളാഹ് പറഞ്ഞ ഈ 20 കാര്യങ്ങളുടെ ഷോർട്ടാണ് സൂറത്തുൽ നാസ്. മനസ്സിലായില്ലേ? അയ്യുഹന്നാസ് എന്ന് വിളിച്ച് അള്ളാഹ് പറഞ്ഞ അത്രയും 20 സ്ഥലത്ത് പറഞ്ഞ വിഷയങ്ങളുടെ ചുരുക്കമാണ് സൂറത്തുൽ നാസ്. അതിനാണ് അല്ലാഹു തആല ആ ഫദ്ല് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തീർന്നിട്ടില്ല. ഇലാഹന്നാസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു എങ്ങനെയാണ് ഒരാൾക്ക് ഇലാഹായിട്ട് മാറുക? നമ്മൾ ഖുലാഉ റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്ന് ഒരാൾ പറയുമ്പോൾ കേവലം ഒരു പറയൽ കൊണ്ട് അള്ളാഹു ഇലാഹാവോ? അതാകണമെങ്കിൽ നമ്മൾ ചില ആയത്തുകളിലൂടെ സഞ്ചരിക്കണം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിലനിൽക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും നൽകി അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك